രാഹുൽ മാങ്കുട്ടത്തിലിന്റെ അടൂരിലെ വീട്ടിലേക്ക് ഇപ്പോൾ JSFന്റെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. MLA സ്ഥാനം രാജിവെക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. പോലീസ് ബാരിക്കേഡ് തീർത്തിട്ടുണ്ട്. മുദ്രാവാക്യം വിളികളുമായി ASFന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിലിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ശേഷവും വലിയ പ്രതിഷേധം MLA പദവിയിൽ നിൽക്കുകയാണ്. ജനപ്രതിനിധി സ്ഥാനം കൂടി രാജിവെച്ച് ഒഴിയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം പല കോണുകളിൽ നിന്നായി പാലക്കാട് കണ്ടു. ഇപ്പോൾ വീട്ടിലേക്കും വലിയ പ്രതിഷേധം ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. പ്രതിഷേധം DYFയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോഴും പ്രതിഷേധം അടങ്ങിയിട്ടില്ലല്ലേ? പ്രതിഷേധം നടക്കുകയാണ്. രണ്ടു വശത്ത്, ഒന്ന് പാലക്കാടും ഒന്ന് പത്തനംതിട്ടയിലും അടൂരിലും ഈ പ്രതിഷേധം ഇനി തുടർ ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുക എന്നത് പാർട്ടിയെ സംബന്ധിച്ചൊരു നടപടിയെടുക്കുക എന്നത് മാത്രമാണ്. പക്ഷേ രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം കൂടി കണക്കിലെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന വിഷയത്തിൽ കുറഞ്ഞ ഒരു ആവശ്യവും CPM-നും BJP-ക്കും ഉണ്ടാകില്ല. കാരണം പ്രധാനമായും ഈ വിഷയം ഒരു സ്ത്രീകൾക്കെതിരായ അതിക്രമം എന്ന വിഷയത്തിലാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാക്കുന്ന തരത്തിൽ പോലീസിൽ പരാതികളുമായി അത്തരം നടപടികൾ തീർച്ചയായും അത്തരം നടപടികൾ ഉണ്ടാകും. അതിനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. ഇതിനോടകം തന്നെ പരാതി പരസ്യമായി വന്ന് പറഞ്ഞവരും പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം തന്നെ അവരുടെ അനുഭവം പങ്കുവച്ചവരും എല്ലാം തന്നെ നിയമപരമായി പരാതികളുമായി മുന്നോട്ട് പോകുമോ? കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വെല്ലുവിളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസത്തോടെ പറയുന്നത് എന്താണ്? ഒരാൾ പോലും പരാതിയുമായി തനിക്കെതിരെ വന്നിട്ടില്ല, ഒരു ലീഗൽ പരാതി വന്നിട്ടില്ല, താൻ നിയമപരമായി അല്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നതാണ്. അങ്ങനെ ആ വിഷയം അദ്ദേഹം അങ്ങനെ അവകാശവാദം ഉന്നയിക്കുമ്പോഴാണ് ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട വിഷയം സജീവ ചർച്ചയാകുന്നത്. ആ ഒരു ശബ്ദശകലം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന വിഷയമാണ്. തീർച്ചയായും ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം, പുതിയ BNS പ്രകാരമെല്ലാം ജയിൽ ശിക്ഷ അടക്കം കിട്ടാവുന്ന കുറ്റമാണ് നിർബന്ധിത ഗർഭചിത്രം എന്നത്. അത് നിയമപരമാണെങ്കിൽ നിയമപരമായി തന്നെ ഡോക്ടറുടെ ഉപദേശപ്രകാരം 24 മാസം വരെയുള്ള ഗർഭചിത്രം മാത്രമേ അനുവദനീയമായുള്ളൂ. അപ്പോൾ തുടർന്നുള്ള എല്ലാം തന്നെ പോലീസ് കേസുമായി മുന്നോട്ട് പോകുന്ന മറ്റ് സങ്കീർണമായ നടപടി. പ്രശാന്താണ് വിവരം നൽകിയത്. രാഹുൽ മാങ്കുട്ടത്തിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ ASFന്റെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുകയാണ്. അപ്പോൾ പ്രതിഷേധം അടങ്ങിയിട്ടേയില്ല.